ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. മിസ്മിക്ക് ചെല്ലാട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ വരുന്ന മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇതിലേക്ക് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ നീരാണ്. ഒരു നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഒരുപാട് ചേരുവകളൊന്നുമില്ല, കുറഞ്ഞ ഓയിലിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് മാത്രമല്ല, ഇതിൽ അവസാനം കുറച്ച് വെറൈറ്റി കൂടി ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടു നോക്കാം കേട്ടോ. എന്നാലേ എല്ലാ ചേരുവകളും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ചേർക്കുമ്പോൾ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുമ്പോൾ ഇടയിലേക്ക് പോകുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പോൾ ഇതുപോലെ എല്ലാ പൊടികളും ഈ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഞാനിതിവിടെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു അരമണിക്കൂറൊക്കെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി സമയം ഉണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ വെക്കാം. അത്ര വെച്ചാലും നല്ലതാണ് കേട്ടോ. നന്നായിട്ട് അരവൊക്കെ പിടിച്ച് കിട്ടും. പിന്നെ ഞാൻ ഇതുപോലെ ഒരു കാസ്റ്ററിൻ്റെ കടായിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിലേക്ക് വളരെ കുറച്ച് ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലും ഇത് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ഇതിലെ ആ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഇതുപോലെ കാസ്റ്റൺ പാത്രം ആയതുകൊണ്ട് ഫ്ലെയിം ഹൈയിലൊന്നും ഇടരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഏറ്റവും ലോയിലേക്ക് വിടണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ചിക്കൻ പീസസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് നോൺ സ്റ്റിക്ക് പോലെ തന്നെയാണ് കേട്ടോ ഈ ഇൻഡസ് വാലിയിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള ഈ കാസ്റ്ററിൻ്റെ കടായി. നമ്മൾ ഒരു 4 പാത്രം കോംബോ ആയിട്ട് വാങ്ങിയതായിരുന്നു. ഇതിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അവർക്ക് 12% ഓഫർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ വീഡിയോ പോയി താല്പര്യം ഉണ്ടെങ്കിൽ ഈ പാത്രമൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൊണ്ടു. അതിൽ 4 പാത്രങ്ങളാണ് കോംബോ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഒട്ടിപ്പിടിക്കോ. ഇപ്പം നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടികളൊക്കെ ആണെങ്കിലും ഒട്ടിപ്പിടിക്കോ എന്നുള്ളൊരു പേടി വേണ്ട. ഈ കാസ്റ്റൺ പാത്രം ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായി 2 ഭാഗവും ഒന്ന് ഫ്രൈ ആയി വന്ന സമയത്ത് ഒരുപാട് മുരിഞ്ഞു പോകണ്ട കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരും. ആ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് നന്നായിട്ട് കുക്കായി സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഒരുപാട് ഇങ്ങനെ തീ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു നല്ല ചുവപ്പും കളറാവില്ലേ മുരിഞ്ഞിട്ട്, അങ്ങനെ ആകാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ മുഴുവനും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. തോലൊക്കെ കളഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുക്കുമ്പോൾ അരഞ്ഞു പോകരുത്. നമ്മൾ മിക്സിയിൽ ഇങ്ങനെ കറക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അരഞ്ഞു പോകരുത്, ശ്രദ്ധിക്കുക. ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കി എടുത്താൽ മതി. എന്നിട്ട് നേരത്തെ നമ്മൾ ചിക്കൻ വറുത്തിട്ടുള്ള എണ്ണയില്ലേ, അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. ചതച്ചെടുത്തിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ ഇത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുന്ന സമയത്ത് ആ കറിവേപ്പിലയുടെ ടേസ്റ്റും കൂടി വരും. ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വരുന്ന ചിക്കൻ മസാല കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ തുടരെ ഇളക്കി കൊടുക്കണം. ആ നമ്മളിപ്പോൾ ചേർത്ത പൊടികളുടെ പച്ചക്കുത്ത് പോകുവോളം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ചുവന്ന മുളകൊന്ന് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ചേർത്തിട്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ നീരാണ്. ഒരു അരമുറി നാരങ്ങയുടെ നീര് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ പൊടികളുടെ പച്ചക്കുത്തൊക്കെ പോയി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തില്ലേ, അതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ പോയതിന് ശേഷം മാത്രം ചേർത്താൽ മതി. ഒരു അരമുറി നാരങ്ങ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം പാടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. 1 കിലോ ചിക്കൻ എടുക്കുമ്പോഴാണ് ഈ ഒരു അളവ് പറഞ്ഞത് കേട്ടോ. എല്ലാ പൊടികളും കാര്യങ്ങളും എല്ലാം പറഞ്ഞത്. കൂടുതൽ ചിക്കൻ എടുക്കുമ്പം എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കാനും ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഏറ്റവും ലോയിലേക്ക് ഇടാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ വഴറ്റെടുത്തിട്ടുള്ള ഉള്ളിയും അതിൻ്റെ അരവുകളും ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എല്ലാവരുടെയും ഇതെത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊരു 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. ഇനി ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയേക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനത്തെ പാത്രങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ തന്നെ നമ്മൾ വെക്കരുത് കേട്ടോ. നമ്മൾ പാചകമൊക്കെ കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ ഇത് എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ ഈ പാത്രം നമ്മൾ കഴുകിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. കഴുകിയെടുത്തു കഴിഞ്ഞാൽ തുടച്ച് വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ എന്താ പറയുക, ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഇങ്ങനെ ഇതുവരെ നിങ്ങൾ ആരും റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതാ മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് എന്താ പറയുക, കയ്യിൽ ഇത് എടുത്തിട്ടൊന്ന് നല്ല സോഫ്റ്റാണ്, ഞാൻ കാണിച്ചു തരാം കണ്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക. ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.